നമസ്കാരം. ഇപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ച് ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എന്താണ് ഇപ്പം ഈ ശാസ്ത്രവും അല്ലെങ്കിൽ ഈ മെഡിക്കൽ സയൻസൊക്കെ ഇത്രയും വളർച്ചയൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മുമ്പത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെ രാജാക്കന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന്, ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇപ്പോൾ രാജാക്കളൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ പറയും സമാധിയായി എന്ന് പറയും. അല്ലെങ്കിൽ പണ്ടത്തെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന സംഭവം പോലും ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു എവല്യൂഷൻ്റെ ഒരു സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അടുത്ത കാലത്താണ് നമുക്കത് അറിയാൻ സാധിച്ചത്. അതും മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാരണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അതിനു മുമ്പ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദമാണ് ഈ സമാധി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അതിൽ അത്രയും പഴയ ഒരു ചിന്താഗതിയായിട്ടിരിക്കുകയും ചെയ്യും, 2025 ജീവിക്കുകയും ചെയ്യും. ഇതുകൊണ്ടുണ്ടാവുന്ന നൂലാമാലകളാണ് ഈ കാണണമൊക്കെ. ഒരു സ്വാഭാവിക മരണം അത് നടക്കണു, അതിന് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുണ്ട്, അത് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഡോക്ടർമാർ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ആണ്, അതിന് വിട്ടുകൊടുക്കുക. അത് നല്ല രീതിയിൽ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ എല്ലാം നടക്കുമെന്നല്ലാതെ അവിടെ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവണില്ല. അതാണ് നമ്മൾ ജീവിക്കണത് 2025 1960s 1940s ഒന്നും അല്ല. അതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്.